മറക്കാനാവാത്ത ഒരുപാട് ഓർമ്മകൾ വി എസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് വ്യക്തി ജീവിതത്തിലായാലും രാഷ്ട്രീയ ജീവിതത്തിലായാലും അങ്ങനെ കടന്നുപോയ ഒരുപാട് ഇപ്പം അവിടെ വി എസിനെ കാണുമ്പോൾ സത്യത്തിൽ എന്തൊക്കെയോ മനസ്സിൽ കൂടെ കടന്നുപോയി. വല്ലാത്തൊരു വിഷമം പലതും ഓർമ്മയിലേക്ക് വന്നു. ആ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നതിനും എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു നിർണായകമായ അനുഭവം അതാണ്. അന്ന് തന്ന ആ ഒരു കരുത്ത്, ആ ഒരു ആത്മവിശ്വാസം, ആ ഒരു ധൈര്യം അതുതന്നെയാണ് പിന്നോട്ടുള്ള ജീവിതത്തിന് മുതൽക്കൂട്ടായത്. അപ്പം ആ ഒരു വരവ് തീർച്ചയായിട്ടും ഞങ്ങളുടെ രാഷ്ട്രീയത്തിനും, എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ രാഷ്ട്രീയക്കാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും, അത് ടി പി ഉന്നയിച്ചത് ടി പി ശരിയായിരുന്നു, ടി പിയുടെ രാഷ്ട്രീയം ശരിയാണ് എന്നതാണ് അത് തെളിയിച്ചത്. അതാണ് അതിൻ്റെത്. പാർട്ടി സെക്രട്ടറി കുലംകുത്തി എന്ന് വിശേഷിച്ചപ്പോൾ ധീരനായ കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാൻ വി എസിന് സാധിച്ചു. ആ അംഗീകാരമാണ് ഏറ്റവും വലിയ അംഗീകാരം. അത് ഞങ്ങളുടെ പാർട്ടിക്ക് കിട്ടി, ചന്ദ്രശേഖരന് കിട്ടി. പാർട്ടിക്ക് പുറത്തെ ജനവിരുദ്ധതയ്ക്കെതിരെ സംസാരിക്കുമ്പോൾ തന്നെ പാർട്ടിക്കകത്തെ ജനവിരുദ്ധർക്കെതിരെയും വി എസ് സമരം നടത്തി അതിനെതിരെ കൂടി സംസാരിച്ചു എന്നതാണ് വി എസിനെ വ്യത്യസ്തനാക്കുന്നത്. അതാണ് വി എസിനെ ജനഹൃദയങ്ങളിൽ ഇന്നും ജീവിപ്പിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് അത് ഒരിക്കൽ എം.എൻ. വിജയൻ മാഷ് പറഞ്ഞത് പരാജയം ഭക്ഷിച്ചു ജീവിക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെ പറയാനുള്ള കാരണം പാർട്ടിക്കകത്ത് അദ്ദേഹം പരാജയപ്പെടുകയാണെങ്കിലും ഇവിടെ ഈ ഇടതുപക്ഷ നൈതികത ഇവിടേക്കെതിരെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ വി എസിൻ്റെ ഇത്തരത്തിലുള്ള സമരങ്ങളിലൂടെ ഉയർന്നു വന്നു. മൂലധന പ്രമാണിമാരുടെ ശക്തികൾക്ക് കീഴിലാണ് ഇടതുപക്ഷം എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇതെല്ലാം വി എസിനെ വ്യത്യസ്തനാക്കി. അത് ഏറ്റെടുക്കാൻ 10,000-കണക്കിന് മനുഷ്യരുണ്ടായിരുന്നു എന്നതാണ്. തീർച്ചയായിട്ടും തന്നെയാണ് വിലാപയാത്ര. പിന്നെ ഇന്നലെയൊക്കെ 1000ങ്ങളാണ് കണ്ണേ കരളെ എന്ന് വിശ്വസിക്കാൻ 10,000-കണക്കിന് മനുഷ്യർ. ഇന്നിപ്പോൾ പല സ്ഥലങ്ങളിലും അതിൻ്റെ ക്രമീകരണം നടത്തിയത് കൊണ്ട് നമുക്ക് ഇവിടെ വലിയ തളീച്ച കാണാൻ സാധിക്കാത്തത്. പക്ഷേ തീർച്ചയായിട്ടും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിലാപയാത്രയായിട്ട് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.